അവിടെ ഒരു ആക്രി ഗോഡൌണിൽ വലിയ തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകണം തോന്നുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ ലഭ്യമാകുന്നുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അതിന്റെ ഒരു വിശദാംശങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായിരുന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. കാക്കനാട് വാഴക്കാലയിലെ ആക്രി ഗോഡൌണിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നു. ഫയർഫോഴ്സ് തീ അണയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. പക്ഷേ ആളപായമോ മറ്റേതെങ്കിലും തരത്തിലുള്ള വലിയ അപകടമോ ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഒരു ആക്രി ഗോഡൌണിലായ തീപിടുത്തം ഇപ്പോഴും പൂർണ്ണമായ തോതിൽ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ഫയർഫോഴ്സ് യൂണിറ്റുകൾ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ആളപായം അല്ലെങ്കിൽ ആളുകൾക്ക് പരിക്കേൽക്കുക പോലുള്ള സംഭവങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ നിലയ്ക്ക് അപകടകരമായ ഒരു തീപിടുത്തമല്ല കാക്കനാട് ഉണ്ടായിരിക്കുന്നത്. മുഹ്സിന അസു നമ്മോടൊപ്പം ഉണ്ട്. മുഹ്സിന, ഈ തീപിടുത്തത്തിന്റെ വ്യാപ്തി എന്തുമാത്രമാണ്? അണച്ചോ? നിഷാദ്, തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല. വലിയൊരു സ്ഥലത്തുള്ള അത്രയും വലിയൊരു ആക്രി കടയാണ്. ഇലക്ട്രോണിക് സാധനങ്ങൾ ഉൾപ്പെടെയാണ് കത്തി നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 2 മണിക്കൂർ നേരമായി ഇത്തരത്തിൽ തീ പടരുകയാണ് എന്നാണ് സമീപത്തുള്ള ആളുകൾ പറയുന്നത്. ഈ ആക്രിക്കട നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ ഇടുങ്ങിയ വഴികൾ ആണുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇങ്ങോട്ട് എത്താനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ട്. എന്താണെങ്കിലും നിലവിലുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് വലിയ രീതിയിൽ തന്നെയാണ് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അകത്ത് നിരവധിയായ ആക്രി സാധനങ്ങളുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇലക്ട്രോണിക് സാധനങ്ങൾ ഉൾപ്പെടെ കത്തുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ പൊട്ടിത്തെറി ഉൾപ്പെടെയുള്ള ശബ്ദം കേൾക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ആ പരിസരത്തുള്ള ആളുകളെയും നമ്മളോടൊക്കെ തന്നെ മാറി നിൽക്കാൻ ഫയർഫോഴ്സ് ആവശ്യപ്പെടുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ എൻട്രൻസ് ആ ഭാഗം അടച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പുറകുവശത്തു കൂടിയാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഇവിടെ നിന്നും അതിൻ്റെ ഇടവഴികളിൽ കൂടി തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിഷാദ്, കൊച്ചിയിലെ വാഴക്കാലയിൽ ഒരു ആക്രിക്കടയ്ക്ക് തീ പിടിച്ചു. ഇപ്പോഴും ആ തീ അണയ്ക്കാൻ കഴിയുന്നില്ല. ഏതാണ്ട് 1 മണിക്കൂറിലധികം സമയമായി ഇപ്പോഴും തീ തുടരുകയാണ്. തീ പൂർണ്ണമായി അണയ്ക്കാൻ കഴിയുന്നില്ല. ആക്രിക്കട എന്ന് പറയുമ്പോൾ ചെറിയ കടയല്ല, വലിയൊരു കേന്ദ്രമാണ്. അവിടെ പഴയ ഇലക്ട്രോണിക് സാധനങ്ങൾ അടക്കമുണ്ട്. അവയ്ക്കെല്ലാം തീ പിടിച്ചിരിക്കുകയാണ്. അണയ്ക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഫയർഫോഴ്സ് യൂണിറ്റ് ഉള്ളത്. നേരത്തെ മുഹ്സിന ചൂണ്ടിക്കാണിച്ചതുപോലെ അവിടെ ഒരു ഇടുങ്ങിയ പ്രദേശമായതുകൊണ്ട് ഫയർഫോഴ്സിൻ്റെ വലിയ വണ്ടികൾക്ക് വരാൻ പ്രയാസമുണ്ട് എന്നൊരു പ്രശ്നവും കൂടിയുണ്ട്. അതുകൊണ്ട് കൂടുതൽ യൂണിറ്റുകൾക്ക് ഒരേ സമയം പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. എന്തായാലും ഇപ്പോഴും പുക പടലം വലിയ കാര്യമായ തോതിൽ ഉയരുന്നത് നമുക്ക് കാണാം. കൊച്ചി നഗരത്തിലത് ദൃശ്യമാണ്. ഇപ്പോൾ കാക്കനാട് നമുക്കറിയാവുന്ന വളരെ തിരക്കുള്ള ഒരു പ്രദേശവും കൂടിയാണ്. അവിടെ ഈ ഒരു തീപിടുത്തം ഉണ്ടാകുമ്പോൾ അത് ആ നിലയ്ക്കുള്ള ഒരു ആശങ്ക ഉണ്ടാക്കുകയും ചെയ്യും. പക്ഷേ ആളുകൾക്ക് എന്തെങ്കിലും പരിക്കോ മറ്റോ ഒന്നുമില്ല. മുഹ്സിന, അവിടെ ഈ ആക്രി കട അല്ലെങ്കിൽ ആക്രി കേന്ദ്രം എന്ന് പറയുമ്പോൾ അവിടെ ആളുകളുണ്ടാവുമല്ലോ, മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആളുകൾക്ക് എന്തെങ്കിലും അപായമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അല്ലേ? അത് വലിയൊരു ആശ്വാസകരമാണ് നിഷാദ്. ഏകദേശം 2 മണിക്കൂർ നേരമായി ഈ കടയുടെ പല ഭാഗങ്ങളും നിന്ന് കത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ്. വലിയ രീതിയിൽ ചൂട് അനുഭവപ്പെടുന്നുണ്ട് ഈ പ്രദേശത്ത് തന്നെ. അവിടെയുള്ള ജീവനക്കാർക്കും അതുപോലെ തന്നെ പരിസരത്തുള്ള ആളുകൾക്കാർക്കും തന്നെ ഒരു തരത്തിലും അപായങ്ങൾ ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് വലിയ രീതിയിലുള്ള ആശ്വാസകരമായ കാര്യം. എന്താണെങ്കിലും 10 മണിയോട് കൂടി കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇവിടെ എത്തേണ്ടതാണ്. പക്ഷേ ഇടുങ്ങിയ വഴിയായതുകൊണ്ട് തന്നെ അധിക യൂണിറ്റുകൾക്ക് എത്താൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയാം വാഴക്കാല കാക്കനാട് പ്രദേശങ്ങളൊക്കെ തന്നെ സാധാരണ സമയത്ത്, പ്രത്യേകിച്ച് ഈ മെട്രോ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഗതാഗത ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു പ്രദേശം കൂടിയാണ്. ആ സമയത്താണ് ഇത്തരത്തിലൊരു വലിയൊരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ തീ അണയ്ക്കുക എന്നുള്ളൊരു ശ്രമകരമായ ദൗത്യം തന്നെയാണ് ഫയർഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും നിലവിലുള്ള യൂണിറ്റ് വലിയ രീതിയിൽ തീ അണയ്ക്കാനുള്ള വലിയ പരിശ്രമം ഫയർഫോഴ്സ് യൂണിറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പൂർണ്ണമായ തോതിൽ തീ നിയന്ത്രണ വിധേയമായിട്ടുള്ള തീ കെടുത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ പഴയ വ്യാപ്തി ഇപ്പോൾ തീക്കില്ല. കാക്കനാട്ടെ വാഴക്കാലയിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. പൂർണ്ണമായും തീ അണയ്ക്കാനുള്ള പരിശ്രമം ഫയർഫോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ മുഹ്സിന ചൂണ്ടിക്കാണിച്ച പോലെ കൂടുതൽ യൂണിറ്റുകൾ ഒരേ സമയം പ്രവർത്തിക്കാൻ കഴിയാത്ത വിധം ഇടുങ്ങിയ പ്രദേശമാണെന്ന പ്രതിസന്ധി കൂടി, പരിമിതാവസ്ഥ കൂടി അവിടെ ഉണ്ട് എന്നാണ്. മുഹ്സിന, തുടരും. ഏകദേശം 2 മണിക്കൂർ നേരമായി ഇത്തരത്തിൽ വലിയൊരു തീപിടുത്തം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രോണിക് സാധനങ്ങൾ ഉൾപ്പെടെ കത്തി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല പലയിടങ്ങളിൽ പൊട്ടിത്തെറി ഉൾപ്പെടെയുള്ള ശബ്ദം കേൾക്കാം. ഇപ്പോഴും പല ഭാഗങ്ങളിലും തീ അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. ഒരു വശത്ത് നിന്നും തീ അണച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു വശത്ത് തീ ആളിപ്പടരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇത് വലിയൊരു കോമ്പൗണ്ടിലാണ് ഇത്തരത്തിലൊരു ആക്രിക്കട സ്ഥിതി ചെയ്തത്. ഈ തീയുടെ രൂക്ഷത കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവും, വലിയ രീതിയിൽ ചൂട് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ ഇങ്ങോട്ട് എത്താൻ വേണ്ടിയുള്ള വഴി ഇടുങ്ങിയ വഴികളാണ്. അതുകൊണ്ട് തന്നെ
കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾക്ക് ഇവിടെ എത്തി പെട്ടെന്ന് തന്നെ തീ അണയ്ക്കുക എന്നുള്ളൊരു കാര്യം നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഉള്ള ഫയർഫോഴ്സ് യൂണിറ്റ് വലിയ രീതിയിൽ തന്നെയാണ് ഈ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ ഫയർഫോഴ്സ് ഇവിടെ എത്താൻ വേണ്ടി അവിടെ ഗതാഗത ക്രമീകരണങ്ങൾ ഉൾപ്പെടെ പോലീസ് സേന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശത്ത് മറ്റ് വാഹനങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇനി വരേണ്ട ഫയർഫോഴ്സ് യൂണിറ്റുകൾക്ക് കടന്നു വരാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് പോലീസ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിലും നിലവിൽ ഇവിടെയുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് പ്രധാനമായും പടർന്നുകൊണ്ടിരിക്കുന്നത് തീ അണച്ചുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാട്ടുകാരും ഫയർഫോഴ്സിന് സഹായമായി ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഇത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പടരാതിരിക്കാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പ്രാഥമികമായി ചെയ്യുന്നത്. ഒരു വശത്തു നിന്നും തീ അണച്ചുകൊണ്ടിരിക്കുമ്പോൾ മറുവശത്തു നിന്ന് വലിയ രീതിയിൽ കത്തുകയും രൂക്ഷമായ ഗന്ധം ഉൾപ്പെടെ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രദേശത്തുള്ള ആളുകളോട് മാറി നിൽക്കാൻ ഉൾപ്പെടെ പറയുന്നുണ്ട്. ഈ കൂടുതൽ തീ പടരാതിരിക്കാനുള്ള ശ്രമം, അത് അണയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിഷാദ്, കാക്കനാട്ടെ വാഴക്കാലയിൽ വലിയ തീപിടുത്തം ഉണ്ടായിരിക്കുകയാണ്. തീ അണയ്ക്കാനുള്ള പരിശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്നു. ആർക്കും പരിക്കൊന്നുമില്ല. അവിടെ ഒരു കേന്ദ്രത്തിലുണ്ടായ തീപിടുത്തം, പ്രത്യേകിച്ച് കൊച്ചി ഒരു നഗരമായതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന ഒരു തിക്കിലി പോപ്പുലേറ്റഡ് നഗരമായതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന തീപിടുത്തം ആളുകൾക്ക് വലിയ അസൗകര്യം ഉണ്ടാക്കും, വലിയ അസ്വാസ്ഥ്യം ഉണ്ടാക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ പുകപടലം ഉയർന്നു പോകുന്നത് ആ നിലയ്ക്കുള്ള പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിതിനു മുമ്പ് അവിടെ മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചപ്പോൾ ഉണ്ടായ പ്രശ്നം എന്താണെന്നറിയാം. മുക്സിന, ഈ ആക്രി ഷോപ്പിന് തീപിടുത്തം ഉണ്ടാവുക എന്ന് വെച്ചാൽ അവിടെ നേരത്തെ പറഞ്ഞ ഇലക്ട്രോണിക് സാധനങ്ങളും എല്ലാം ഉണ്ട്. വേസ്റ്റ് ഐറ്റംസിലാണ് ഈ തീപിടിക്കുന്ന മുഴുവൻ. അത് അന്തരീക്ഷത്തിൽ കാര്യമായ മലിനീകരണ പ്രശ്നം ഉണ്ടാക്കും. ആ നിലയ്ക്കുള്ളതിൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടുന്നുണ്ടോ അവിടെ നിൽക്കുമ്പോൾ? നിഷാദ്, അത് തന്നെയാണ് കാരണം. വലിയ രീതിയിൽ തീ ഉയർന്നതോടുകൂടി തന്നെ അണയ്ക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഒരു ഏകദേശം ഇവിടെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് വലിയൊരു പനമരം, അതിൻ്റെ ഏറ്റവും മുകൾ അറ്റം വരെ കരിഞ്ഞുണങ്ങി നിൽക്കുന്നുണ്ട്. അതായത് അത്രയും ഉയരത്തിലാണ് തീ ആദ്യഘട്ടത്തിൽ പടർന്നു പിടിച്ചിട്ടുണ്ടായിരുന്നത്. സമീപവാസികളും ഈ കടയിലുണ്ടായിരുന്ന ആളുകളും ഇന്ന് ഞായറാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ പ്രദേശത്ത് മറ്റ് സ്ഥാപനങ്ങളൊന്നും തന്നെ തുറന്ന് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രദേശത്ത് നിരവധിയായ വീടുകളും ഫ്ലാറ്റുകളും ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പുക വളരെയധികം ദൂരത്തു നിന്ന് തന്നെ വലിയ ഭീമാകാരമായ പുക നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ തന്നെ ഇങ്ങോട്ട് എത്തുന്ന സമയത്ത് ഇവിടെ എത്തിപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും നമ്മുടെ മുന്നിലുണ്ടായിരുന്ന ഒരു വലിയൊരു പ്രശ്നം. പക്ഷേ നമുക്ക് ആ ദൂരത്തു നിന്ന് തന്നെ കാണാമായിരുന്നു ഒരു വശത്തു നിന്നും വലിയ രീതിയിലുള്ള കറുത്തിരുണ്ട പുക മുകളിലേക്ക് ഉയർന്നു വരുന്നത്. എന്താണെങ്കിലും നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ആക്രിക്കയുടെ ഒരു വശത്താണ്. പക്ഷേ അതിന് മറുവശത്തും വലിയ രീതിയിലുള്ള തീ പടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്വാഭാവികമായും പിന്നെയും നിൽക്കാൻ, അതായത് ആളുകൾക്ക് മാറി നിൽക്കാൻ പറ്റുന്നൊരു മേഖലയിലാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ്. മറ്റ് മറുവശം അവിടെ അടച്ചു കെട്ടിയിട്ടുണ്ട്. കാരണം ഈ ആളുകൾ ആ ഭാഗത്ത് ഈ ദൃശ്യങ്ങൾ കാണാനും ഒക്കെയായ ആൾക്കാർ വരുന്നത് തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും വലിയൊരു ഗ്രൗണ്ടിൽ ഉള്ള ഒരു അത്യാവശ്യം വലിയൊരു ആക്രിക്കടയാണ് ഇത്തരത്തിൽ നിന്ന് കത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അറിയാം, ഈ രാവിലെയൊക്കെ അല്പം തണുപ്പുണ്ടെങ്കിലും പിന്നീടൊരു 10 മണിയോട് കൂടി തന്നെ നല്ല ചൂടാണ്, വലിയ രീതിയിലുള്ള ചൂട് അനുഭവപ്പെടുന്ന ഒരു കാലാവസ്ഥയും കൂടിയാണ്. ആ സമയത്താണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള തീ കത്തുകയും അത് ഉയർന്ന് മുകളിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ട്. അവിടെയുള്ള വലിയൊരു പനമരം തന്നെ കത്തി നിൽക്കുക, അതായത് അത്രയും ഉയരത്തിൽ തീ പോയി എന്നുള്ളതാണ്. തൊട്ടടുത്ത് വീടുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ, അതുപോലെ തന്നെ കടകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ വലിയ രീതിയിൽ തീ അത്തരം ഭാഗങ്ങളിലേക്ക് പടർന്നു പോയിട്ടില്ല. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു പ്രദേശത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള ആക്രി കൂമ്പാരങ്ങൾ കൂട്ടിയിട്ട് അതിലും ഒരു അശാസ്ത്രീയത നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും. എന്താണെങ്കിലും പല തരത്തിലുള്ള ആക്രി സാധനങ്ങൾ കൂട്ടിയിട്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ഏത് രീതിയിലാണ് ഇത്തരത്തിലൊരു തീ പടർന്നത്, തീ പിടിക്കേണ്ട സാഹചര്യം ഇനി അത് അന്വേഷിക്കേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ തീ ഉയർന്നതോടുകൂടി ഈ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അതുപോലെ തന്നെ മറ്റ് ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ ആക്രി സാധനങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിലാണ് കത്തുന്നൊരു സാഹചര്യം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ആക്രി സാധനങ്ങൾക്ക് വലിയ തീ പിടിച്ചത് കാരണം അവിടെ കാക്കനാട്ട് വാഴക്കാലയിൽ വലിയ തോതിലുള്ള പുകപടലം ഉയർന്നിരിക്കുകയാണ്. പൂർണ്ണമായും തീ നിയന്ത്രിക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. കാരണം കഴിഞ്ഞ 1.5 മണിക്കൂറായി വലിയ ഒരു ആക്രി കേന്ദ്രത്തിനാണ് തീ പിടിച്ചിരിക്കുന്നത്. ഇലക്ട്രോണിക് സാധനങ്ങൾ, പ്ലാസ്റ്റിക് ഇതിനെല്ലാം തീ പിടിച്ചുകൊണ്ട് തന്നെ തീ വളരെ പെട്ടെന്ന് വലുതാവുകയും ഫയർഫോഴ്സ് യൂണിറ്റുകൾക്ക് ഒരുമിച്ച് വരാൻ കഴിയാത്ത പ്രശ്നം ഉണ്ടാവുകയും ചെയ്തുകൊണ്ട് തന്നെ തീ അണയ്ക്കാൻ കുറച്ച് പ്രയാസപ്പെടുന്നുണ്ട്. പക്ഷേ എന്നാലും പഴയ വ്യാപ്തി, ഇപ്പോൾ ആദ്യഘട്ടത്തിൽ കണ്ട വ്യാപ്തി ഇപ്പോൾ തീക്കില്ല എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ പുകപടലം ഉയർന്നു വന്നത് ചെറിയ അസ്വാസ്ഥ്യം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തന്നെ കാണാം. മുക്സിന, അവിടെയുള്ള ആളുകളുടെ പ്രതികരണം കൂടി നമുക്ക് ലഭ്യമാക്കിയാൽ നന്നാവുമെന്നാണ് തോന്നുന്നത്. എന്താണ്, എപ്പോഴാണ് തീ പടർന്നത്, എന്താണ് അതിന് കാരണം, അവിടെ നിന്നുള്ള ആളുകൾ ആരൊക്കെ ഉണ്ടായിരുന്നു, കുറച്ചും നമുക്കൊരു സ്പോട്ട് ഡീറ്റെയിൽസ് കിട്ടിയാൽ നന്നാവും.
നിഷാദ്, സത്യത്തിൽ ആളുകൾക്ക് പ്രതികരണം തരാൻ പോലും താല്പര്യമില്ല. കാരണം അവരും ഈ രക്ഷാദൗത്യ തീ അണയ്ക്കാനുള്ള പ്രവർത്തനത്തിൽ സജീവമായി പങ്കാളികളായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ പ്രശ്നം ആദ്യം കണ്ട ആളുകളാണ് ആദ്യം ഓടിയത്. കാണുന്ന ഒരു കൃത്യമായി ഇതിലേക്ക് വരികയും ഈ പ്രവർത്തനം എന്താണെങ്കിലും നമുക്ക് ആരോടെങ്കിലും ചോദിക്കാം. അതിപ്പോൾ ഏകദേശം 2 മണിക്കൂറോളം നേരമായില്ലേ? ഏകദേശം 2 മണിക്കൂറോളം ആയി തുടങ്ങിയിട്ട്. ഫയർഫോഴ്സ് എത്തിപ്പെടാൻ ഈ വഴിയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു നിലവിൽ. കാരണം ഇവിടെ ഫ്ലാറ്റിൻ്റെ ഒരു വർക്ക് നടക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് ഇടുങ്ങിയ വഴിയായതുകൊണ്ട് ഫയർഫോഴ്സിന് എത്തിച്ചേരാൻ കാലതാമസം ഉള്ളതുകൊണ്ട് രക്ഷാപ്രവർത്തനം എന്ത് ചെയ്താണ് തടസ്സപ്പെട്ടിരിക്കുകയാണ്. പിന്നെ ഇത് പൊളിച്ചു മാറ്റണമെന്നുണ്ടെങ്കിൽ JCBയുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഇതിന്റെ ഒരു അപ്പുറത്തും വലിയ രീതിയിൽ തീ ഉണ്ടല്ലോ. അപ്പുറത്താണ് ഈ ആക്രി ഷോപ്പിന്റെ എൻട്രൻസ് വരുന്നത്. ആ ഭാഗത്തേക്ക് കൂടി ഒരു ഫയർ എഞ്ചിൻ വന്നിട്ടുണ്ട്. പക്ഷേ കാര്യക്ഷമമായിട്ട് ഇടപെടാൻ സാധിച്ചിട്ടില്ല. അതിനുശേഷമാണ് ഇങ്ങോട്ട് ഫയർ എഞ്ചിൻ. അതെ, ഫയർ എഞ്ചിൻ ആദ്യം ഈ സൈഡിൽ കൂടെയാണ് ഫയർ എഞ്ചിൻ വരാൻ ശ്രമിച്ചത്. പക്ഷേ അത് സാധിക്കാത്തതുകൊണ്ട് മെരിമ സ്കൂളിന്റെ ഗ്രൗണ്ടിലാണ് അത് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ട്? നേരത്തെ ഇതിനു മുമ്പ് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നത് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള പഴയ ഫ്രിഡ്ജ് ഉൾപ്പെടെയുള്ള സാധനങ്ങളുള്ള കാരണമുണ്ട്. അതിൻ്റെ ഗ്യാസ് സിലിണ്ടർ ഉൾപ്പെടെ സാധനങ്ങളുണ്ട്. ഇത് എല്ലാം കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യം. അതെ 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 അതെ. എന്നാണെങ്കിൽ നിഷാദ്, ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഗ്രൗണ്ടിൻ്റെ ഒരു വലിപ്പം മനസ്സിലാവും. കാരണം ഇത്രയും വലിയൊരു ഗ്രൗണ്ടിൽ വലിയൊരു ആക്രിക്കടയാണ്. ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മറ്റ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, പ്ലാസ്റ്റിക്, മറ്റ് ഉപകരണങ്ങൾ, അതിൻ്റെയൊക്കെ വേസ്റ്റായ സാധനങ്ങളൊക്കെ കൂടി കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഈ ഇലക്ട്രോണിക് ഉപകരണത്തിൻ്റെ ഗ്യാസ് ലീക്കാവുകയോ അത്തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകണം. അതുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള തീപിടുത്തം ഉണ്ടാവാനിടയായത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്താണെങ്കിലും കാരണം നമുക്ക് പിന്നീട് അന്വേഷണം. കാക്കനാട് വലിയ തീപിടുത്തം ഉണ്ടായിരിക്കുന്നു. ആളപായമൊന്നുമില്ല. ഒരു ആക്രി കടയ്ക്കാണ് തീ പിടിച്ചിരിക്കുന്നത്. തീ ഏതാണ്ട് പാതിയോളം അണച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവസാനത്തെ ചില പോർഷൻസിലൂടെ തീ അണയ്ക്കാൻ ശ്രമിക്കുകയാണ്.